രാജമ്മ ചേച്ചിയെ ഇതെന്തോ ഈ പെട്ടിയില്? ടി വി വീട്ടിലേക്കാ. അതെ, സന്ധ്യ ആവുമ്പോ പെമ്പിള്ളാര് അയൽവക്കത്തെ വീട്ടിൽ പോയി ടി വി കാണുന്നൊന്നും എനിക്കിഷ്ടല്ല. ഈ സഞ്ചിയിലോ? ബേക്കറി സാധനങ്ങളാ. വീട്ടിലൽപ്പം ഗസ്റ്റ് കൂടുതലാണേ. എന്നാ പിന്നെ 4 മുഴം പൂവും കൂടി വാങ്ങിച്ചോണ്ട് പോ. അയ്യോ, പൂവൊന്നും കൊടുക്കാറായില്ല. പൂത്തൊലിഞ്ഞ് വരുന്നേ ഉള്ളൂ. ആ ചുണ്ടലി, ആ പോവാ. ഡബിൾ റൈറ്റ്. ഓക്കേ, വാ ഒന്ന് പിടിച്ചേ. ഈ ടി വി എടുത്ത് അകത്തോണ്ട് വയ്ക്കേ. കൊണ്ടുവയ്ക്കേ. ശരി. ലാലനെ തേടി ഞാൻ ഒരുപാട് അറിഞ്ഞു. ഞാൻ അന്വേഷിക്കില്ലെന്ന് അറിഞ്ഞിട്ടും എന്നെ വന്നത് കണ്ടില്ലല്ലോ. അത് എന്നെ കുറിച്ചൊന്നും അറിഞ്ഞു. അഞ്ജലിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾക്ക് ഇനി നീയാണല്ല. എല്ലാം സംഭവിക്കായിരുന്നു. എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ഞാനിവിടുന്ന് പോയാലും നീ എന്നെ മറക്കോ? ആ, എന്നെ ഭർത്താവിനെ പരിചയപ്പെട്ടില്ലല്ലോ. ലാലൻ. അതെ. ഐ ആം ലെഫ്റ്റനന്റ് സജി. ഹലോ. ഇവളെന്നോടെല്ലാം പറഞ്ഞിരുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ പിരിയുമ്പോ ദുഃഖം തന്നെയാ. പക്ഷെ ഞങ്ങൾ ഈ പട്ടാളക്കാർക്ക് ഈ വക സെന്റിമെന്റ്സ് ഒന്നുമില്ല കേട്ടോ. തിരക്കായി പോയി. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്കൊന്ന് കൂടാം. അല്ല, കൂടണം. ശാലു പുറപ്പെടാം. കറക്റ്റ് ടൈമിനാ ട്രെയിൻ. 5:30 ഗോഹട്ടി. നമസ്കാരം സാർ. കോടതി വിധിയും കേസിന്റെ കാര്യമൊക്കെ താൻ മറന്നോ? അതൊക്കെ സാബു സാർ അറിയിക്കാന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ. ഗുമസ്തന്റെ കാശും കോടതി കൊടുക്കാനുള്ളത് ഞങ്ങളുടെ പോക്കറ്റിൽ തന്നെ കൊടുക്കണമെന്നാ? അല്ല സാബു സാറ്. നമസ്കാരം. സാറകത്തുണ്ട്, ചെല്ല്. താൻ എവിടെന്നോ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടെന്ന് മജീദ് പറഞ്ഞല്ലോ. ഇനി അതിന് വേറെ വല്ല കേസും വരുവാടോ? ഇല്ല സാർ, ആ കേസിലെ വാദിയും പ്രതിയും ഞാൻ തന്നെയാ. ചോദിക്കാനും പറയാനും ആരോരുമില്ലാത്ത ഒരു പാവം പെണ്ണാണ് അവൾ. പിച്ചാത്തി കാണിച്ച് വാങ്ങിക്കുന്ന കാശുകൊണ്ട് എങ്ങനെയാണ് ഞാൻ അവൾക്ക് ചോറ് വാങ്ങിച്ചു കൊടുക്കുക?